ആദ്യം കോഴിക്കോട്ടേക്ക് ഒന്ന് പോയാലോ? കോഴിക്കോട്ടേക്കാണ്. മലബാർ വാർത്തകളൊക്കെ നാം നോക്കണം. പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് അവിടെ നിന്നാണ്. ഈ നെന്മാറ ഇരട്ടക്കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സിനോജ് തോമസ് ആണ് ചേരുന്നത്. ഹായ് സിനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷനി വെങ്കി. ഗുഡ് മോർണിംഗ്. സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന സിനോജിനെ കണ്ടപ്പോൾ തന്നെ രാവിലെ ചാർജായി. സിനോജ് എവിടെയാ നിൽക്കുന്നത്? ഞാൻ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. നല്ല കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സൂര്യന്റെ അലാറം ഇതുവരെ അടിച്ചിട്ടില്ല. നമ്മളാണല്ലോ നേരത്തെ എഴുന്നേറ്റ് യാത്ര ചെയ്യുന്നത്. സൂര്യൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഏതായാലും സൂര്യൻ വരട്ടെ, അപ്പോൾ കാണിച്ചു തരാം. അതെ, ഈ കോഴിക്കോടുള്ള പല റിപ്പോർട്ടേഴ്സിനും ഈ വയനാട്ടിലേക്കൊക്കെ പോകുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പൊ പല ജില്ലകളിൽ നിന്നായിട്ട് വാർത്തകളൊക്കെ ഇങ്ങനെ എത്തും. നമുക്കിപ്പോ ഈ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് സിനോജ് വേണ്ടത്. അതിലിപ്പോ പ്രതി ചെന്താമരയെ പിടികൂടാനാവാതെ പോലീസ് നിൽക്കുകയാണ്. പോലീസിന് ഈ നേരത്തെ തന്നെയുള്ള ആരോപണങ്ങളുണ്ട്, ശക്തമാവുകയാണ് ഈ കേസിൽ പോലീസ്. പ്രതിയെ പോലീസ് മോണിറ്റർ ചെയ്തില്ല എന്നുള്ള ആരോപണമാണ് രൂക്ഷമായുള്ളത്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഒക്കെ ഇന്നലെ വന്ന ഒരു പ്രതികരണം, അതൊക്കെ ഈ കണ്ടിരിക്കുന്ന ആളുകളെ പോലും കണ്ണീരണിയിച്ചതാണ്. അപ്പൊ ഈ അന്വേഷണം ഇപ്പോ തമിഴ്നാട്ടിലേക്ക് ലോക്കൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇന്ന് മാർച്ചും നടത്തുകയാണ്. അപ്പോ രാഷ്ട്രീയപരമായി തന്നെ അത് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ പ്രതിപക്ഷവും നിൽക്കുന്നു, അല്ലേ സിനോജ്? തീർച്ചയായിട്ടും ലോക്കൽ പോലീസിനുള്ള വകുപ്പ് തല നടപടി ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും സ്റ്റേഷനിലേക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഈ ചന്താമര മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനു മുൻപ് കൊലപാതകം നടത്തിയപ്പോഴും സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സമയത്തും വനത്തിലാണ്, നെന്മാറ ഭാഗത്തുള്ള ആ വനത്തിലാണ് കയറി ഒളിച്ചിരുന്നത് ചന്താമര. അതുകൊണ്ട് ആ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതി ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ നാട്ടുകാർ അവിടെ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് പക്ഷേ അവിടെ മാത്രം ലിമിറ്റ് ചെയ്യുന്നില്ല, തമിഴ്നാട്ടിലേക്കും തിരുപ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് ബന്ധുവീടുകളൊക്കെ തന്നെ തമിഴ്നാട് ഭാഗത്തുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആ ഭാഗത്തേക്കും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിന് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഒരു കൊലപാതകം നടത്തിയ പ്രതി, കൊലപാതക കേസിൽ ജയിലിൽ കിടന്ന പ്രതി ജാമ്യത്തിലിറങ്ങി നാട്ടിലെത്തിയ ശേഷം അദ്ദേഹത്തിന് കോടതി കർശന ജാമ്യ വ്യവസ്ഥ നൽകിയിരുന്നു. ഈ നെന്മാറ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊല്ലപ്പെട്ട സുധാകരനും കുടുംബാംഗങ്ങളും നാട്ടുകാരൊക്കെ തന്നെ കൂട്ടപ്പരാതി പോലീസിൽ നൽകിയതാണ്. കഴിഞ്ഞ ഡിസംബറിൽ പോലീസ് ചന്താമര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞതാണ്, ഇവിടേക്ക് പോകരുതെന്ന് പറഞ്ഞാണ്. അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോയ ചന്താമര വീണ്ടും ഈ നാട്ടിലേക്ക് എത്തുകയും സുധാകരൻ വീടിനടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്നു. അതൊന്നും തന്നെ പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ജാമ്യം നൽകിയത് റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ പോലും കൊടുത്തിരുന്നില്ല. ഇതിന് മുൻപ് അപേക്ഷ കൊടുത്തപ്പോൾ അത് കോടതി അംഗീകരിച്ചില്ല, ചില നിയമപ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ പോലീസ് പറഞ്ഞു. ഏതായാലും അത് ആഭ്യന്തര വകുപ്പ് ആ വിഷയം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നാടിനെ നടുക്കിയ കൊലപാതകമാണ്. ഇത്ര മണിക്കൂറായിട്ട് പോലും ചന്താമര എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ പോലീസിന് സാധിച്ചില്ല. നാട്ടുകാരൊക്കെ തന്നെ ആശങ്കയിലാണ്. കാരണം ഈ കത്തിയൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് ചന്താമര അവരെ വകവരുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ പറഞ്ഞു നടന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ പോലീസ് ചന്താമരയുടെ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്തൊക്കെ തന്നെ വിഷക്കുപ്പിയും കത്തിയൊക്കെ തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ ആയുധങ്ങളും വിഷമൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു വീട് കൂടിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ തന്നെ ആശങ്കയിലാണ് ചന്താമരയെ പിടിക്കാൻ. അതുകൊണ്ട് നാട്ടുകാരും ഇന്നലെ രാത്രി നെന്മാറ മേഖലയിൽ തെരച്ചിൽ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ശരിയാണ് സിനോജ്, എന്തായാലും അതിൽ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് തന്നെ കടക്കണം. എന്റെ അമ്മയെ കൊണ്ടുപോയി ഇപ്പോഴെന്റെ അച്ഛനെയും എന്ന് പറഞ്ഞാണ് ആ കുട്ടി കരയുന്നത്. നോക്കുവെങ്കിൽ അടുത്തത് വരികയാണെങ്കിൽ ഈ കടുവാക്രമണം തന്നെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് ഇന്ന് പ്രിയങ്ക ഗാന്ധി MP കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കുന്നുണ്ടല്ലേ സിനോജ്? അത് മാത്രമല്ല രാഷ്ട്രീയപരമായി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനം കൂടിയുണ്ട്. അതായത് NM വിജയന്റെ കുടുംബത്തെയും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വയനാടിന്റെ സ്വന്തം MP ഈ പറയുന്ന 2 വീടുകളിലും എത്തും അല്ലേ സിനോജ്? റോഷനി, MP എവിടെ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞിരുന്നു. ആ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുന്നത്. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇത് 2ാം തവണയാണ് വയനാട്ടിൽ എത്തുന്നത്. ഇതിന് മുൻപ് വന്നത് കഴിഞ്ഞ നവംബർ 30, ഡിസംബർ 1 അങ്ങനെ 2 തീയതികളിലാണ്. അന്നും ഞാൻ വയനാടുണ്ടായിരുന്നു. അന്ന് ഈ തെരഞ്ഞെടുപ്പിന് വിജയിച്ചതിന് നന്ദി പറയാനാണ് പ്രിയങ്ക ഗാന്ധി വന്നത്. അതിനുശേഷം വന്നിരുന്നില്ല. ഡൽഹി ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് തിരക്കായി പറയുന്നത്. പക്ഷേ രാധ കൊല്ലപ്പെട്ടുന്ന 5ാം ദിവസമാണ്. എവിടെ MP എന്ന രീതിയിലൊക്കെ തന്നെ പ്രതിപക്ഷ മറ്റ് പാർട്ടികൾ, എതിരാളികളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധി
വയനാട്ടിലേക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് വരുന്നു. രാവിലെ 11 മണിക്ക് കണ്ണൂരിലാണ് വിമാനം ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് ഒരു 12:30 കൂടി രാധയുടെ വീട്ടിലെത്തും. കുടുംബാംഗങ്ങളെ കാണും, ആശ്വസിപ്പിക്കും. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. അതിനുശേഷമാണ് ബത്തേരിയിലേക്ക് പോവുക. ബത്തേരിയിലെ അന്തരിച്ച മുൻ DCC ട്രഷറർ NM വിജയൻ്റെ വീട് സന്ദർശിക്കും, കുടുംബാംഗങ്ങളെ കാണും. NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. KPC അധ്യക്ഷനാണെങ്കിൽ പോലും കുറച്ച് ദിവസം മുൻപാണ് വയനാട്ടിൽ ഈ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത്. അതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് എത്തിയിരുന്നു. നേതാക്കൾ എത്താൻ വൈകുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉണ്ടായിരുന്നു. അന്ന് T. സിദ്ദിഖ് പറഞ്ഞത് NM വിജയനും മകൻ ആശുപത്രിയിലായ ഘട്ടത്തിൽ ഫോണിൽ വിളിച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ഏതായാലും പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് NM വിജയൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു, കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഏതായാലും പാർട്ടി NM വിജയൻ്റെ കടബാധ്യതകൾ ഏറ്റെടുക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള സന്ദർശനം ഉണ്ടാകും. അതിനുശേഷം കളക്ട്രേറ്റിൽ ഒരു ഉന്നതതല യോഗമുണ്ടാകും, ഒരു റിവ്യൂ മീറ്റിംഗാണ്. ആ മീറ്റിംഗിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. അതിനുശേഷം VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയുണ്ട്. അത് കണ്ണൂരിൽ ആരംഭിച്ചാണ്, ഇന്ന് വയനാട്ടിലാണ്. മേപ്പാടിയിൽ ഒരു 4 മണിക്ക് ആ പരിപാടിയുടെ യോഗമുണ്ട്. ആ പൊതുയോഗത്തിലും പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. അതും വന്യജീവി പ്രശ്നം തന്നെയാണ്. ആ യോഗത്തിൽ സംസാരിച്ച ശേഷം ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. ശരി സിനോജ്, ജനപ്രതിനിധികളൊക്കെ ഇടപെടട്ടെ, കാര്യക്ഷമമായി തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്.